വാർത്തകൾ നോക്കാം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷം. ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുമരിടിഞ്ഞു. 3 കുട്ടികൾ മരിച്ചു. വസന്ത് വിഹാറിൽ മതിലിടിഞ്ഞ് കുഴിയിൽ വീണ് കാണാതായ 3 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. രാകേഷ് വിവരങ്ങളുമായി ചേരും. രാകേഷ്, കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം അതിശക്തമായ മഴയാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായത്. മഴക്കെടുതി രൂക്ഷമാണ്. ഇപ്പോൾ 3 കുഞ്ഞുങ്ങൾ മതിലിടിഞ്ഞ് വീണ് മരിച്ചു എന്നുള്ളൊരു ദാരുണ വാർത്തയും പുറത്തുവരുന്നു. നിലവിലെ ഒരു സാഹചര്യം എന്താണ് ഡൽഹിയിലെ? ഭവ്യ, മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വെള്ളക്കെട്ടുകളൊന്നും തന്നെയില്ല. ഇന്നലെ കനത്ത മഴയാണ് ഡൽഹിയിൽ ലഭിച്ചത്. ഇത് തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ മഴക്കെടുതി തുടരുകയാണ്. അതിൽ ഏറ്റവും ദാരുണമായ സംഭവം ഉണ്ടായത് ഡൽഹിയോട് ചേർന്നുള്ള ഗ്രേറ്റർ നോയിഡയിലാണ്. ഗ്രേറ്റർ നോയിഡയിൽ വീടിന്റെ ചുവരിടിഞ്ഞ് 3 കുട്ടികൾ മരിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടായിരുന്നു അത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് 8 കുട്ടികൾ അവിടെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന് കളിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ചുവരിടിഞ്ഞ് വീണത്. 3 കുട്ടികൾ മരിച്ചു. മറ്റ് 5 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇവരുടെ അപകടനില ഇവർ തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മരിച്ച 3 കുട്ടികൾ, അതായത് 2 വയസ്സും 4 വയസ്സും 8 വയസ്സുമുള്ള കുട്ടികളാണ് മരിച്ചത്. ഏതായാലും മറ്റ് 5 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സമാനമായ സംഭവം ഉണ്ടായിട്ടുള്ള ഡൽഹിയിലെ വസന്ത് വിഹാറിലാണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷ് ഏരിയ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മേഖലയാണ് വസന്ത് വിഹാർ. ഇവിടെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ കെട്ടിടത്തിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ബേസ്മെന്റിന്റെ നിർമ്മാണത്തിനായി ഏതാണ്ട് 20 അടി താഴ്ചയിൽ വലിയ കുഴി ഇവിടെ എടുത്തിരുന്നു. ഇതിൽ കനത്ത മഴയായതിനെ തുടർന്ന് തന്നെ ഏതാണ്ട് 10 അടിയിലധികം ഉയരത്തിൽ വെള്ളം വീണിരുന്നു. ഈ ചുവർ വീണത് തൊഴിലാളികൾക്ക് മുകളിലേക്കാണ് ചുവർ പതിച്ചത്. തുടർന്ന് 3 പേരെ കാണാതാവുകയായിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 2 പേർക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. ഈ വെള്ളം വറ്റിച്ച് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മറ്റ് സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നും മഴ ശക്തമായി ലഭിക്കും, മഴയുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ശക്തമായ മഴ ഉണ്ടാകില്ലെങ്കിൽ പോലും മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ 1 മണിക്കൂറിലധികമൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയുണ്ട്. ഏതായാലും ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഉന്നതതല യോഗമൊക്കെ ചേർന്നിരുന്നു. ലീവിലുള്ള ഉദ്യോഗസ്ഥർ അടിയന്തരമായി തിരിച്ചെത്തണം എന്ന നിർദ്ദേശം ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഭവ്യ, ശരി, അതാണ് നിലവിലെ സാഹചര്യം. രാകേഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്.